മക്കളെ, ഇന്ന് നമുക്ക് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യഹാം ഗാവ് വാലോം കി കോൻസി മനോദശ പ്രകട ഹോത്തി ഹെ. ഇവിടെ ഗ്രാമവാസികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? യഹാ ഗാവ് വാലോം കി സ്വച്ഛതാ കെ പ്രതി ജാഗരൂകത പ്രകട ഹോത്തി ഹെ. ഇവിടെ ഗ്രാമവാസികളുടെ ശുചിത്വത്തെ പ്രതിയുള്ള ജാഗരൂകത, ശുചിത്വത്തിനോടുള്ള അവരുടെ ഉണർവ്, ഉത്സാഹം അതാണ് പ്രകടമാകുന്നത്. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, जीवन में निरोग रहने के लिए सफाई के अलावा क्या क्या उपाय है? ജീവിതത്തിൽ രോഗമില്ലാത്തവരായിട്ട് ജീവിക്കാൻ വേണ്ടി ശുചിത്വം കൂടാതെ മറ്റെന്തെല്ലാം ഉപായങ്ങളാണ് ഉള്ളത്? जीवन में निरोग रहने के लिए सफाई के अलावा നിയമിത വ്യായാം കർണ. ജീവിതത്തിൽ രോഗമില്ലാത്തവരായിട്ട് ജീവിക്കാൻ വേണ്ടി ശുചിത്വം കൂടാതെ നിയമിതമായിട്ടുള്ള വ്യായാമം ചെയ്യുക. സന്തുലിത ഓർ പൗഷ്ടിക ഭോജൻ ഖാന. സന്തുലിതവും പൗഷ്ടിക പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഓർ പര്യാപ്ത നീന്ത് ലേന മഹത്വപൂർണ്ണ ഹെ. കൂടെ തന്നെ നിയമിതമായിട്ടുള്ള രീതിയിൽ പര്യാപ്തമായിട്ടുള്ള സമയം എന്ത് ചെയ്യണം? ഉറങ്ങേണ്ടത് മഹത്വപൂർണ്ണമാണ്. यह सभी उपाय स्वस्थ जीवन के लिए आवश्यक है. ഈ എല്ലാ ഉപായങ്ങളും ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതത്തിന് ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത്, മാലിലെ മാവലിംഗ് ലോങ് ഗാവ് മേ പര്യടക ആത്തെ ഹെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മാവലിംഗ് ലോങ് എന്ന ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റ് വരുന്നു. അവിടെ ഒരു സൂചനാപടി വെച്ചിട്ടുണ്ട്. ആ സൂചനാപടിയിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നത് മാവലിംഗ് ലോങ് ഏഷ്യ കാ സബ്സേ സാഫ് സുതര ഗാവ് ധ്യാനദേ. അല്ലേ? മാവലിംഗ് ലോങ് ആണ് സ്ഥലത്തിൻ്റെ പേര്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ധ്യാനദേം, ശ്രദ്ധിക്കൂ. എന്താണ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. യഹാം പ്ലാസ്റ്റിക് പൂരി തരസെ പ്രതിബന്ധിത. ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് പ്ലാസ്റ്റിക് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്? ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? പോസ്റ്റർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പുനർചക്രൺ സേ പ്രകൃതി കാ ബോഞ്ച് കം ഹോ ജാത്താ ഹെ. ചർച്ച കർക്കെ പുനർചക്രൺ കി സൂചി തയ്യാർ കരേ. ഇതുപോലെയുള്ളൊരു സൂചനാപടി തയ്യാറാക്കാൻ, സൂചി പറഞ്ഞാൽ ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ കച്ചറം സേ ഗാദ്. ചപ്പ് ചവറുകൾ, അതായത് വേസ്റ്റ് ഉപയോഗിച്ചിട്ട് വളമുണ്ടാക്കും. പിന്നെന്താണ്? ഇസ്തേമാൽ കിയേ ഗയേ പ്ലാസ്റ്റിക് സേ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്. ഉപയോഗിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, സാർത്ഥക് വാക്യ ബനായേം എന്നാണ്. സാഫ് സഫായി ഹമാര ദായിത്വ ഹേ എന്നാണിത്. ശരിയായിട്ട് എഴുതാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിവിടേക്ക് ഏതാ? സാഫ് സഫായി ഹമാര ദായിത്വ. അടുത്തത്, സ്വച്ഛ് നെഹീം രഹേങ്കേ തോ. സ്വച്ഛ് ഇതുവരെ, പിന്നെ നെഹീം, പിന്നീട് രഹേങ്കേ തോ സ്വസ്ത് നെഹീം ഹോങ്കേ. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്വച്ഛ് നെഹീം രഹേങ്കേ എന്നാണ്. ഇവിടെ രണ്ട് കേട്ടോ. രഹേങ്കേ തോ സ്വസ്ത് നെഹീം ഹോങ്കേ. അടുത്തത്, തൻ ഹോ യാ മൻ. തൻ ഹോ യാ മൻ സഫായി സരൂരി ഹെ. തൻ ഹോ യാ മൻ സഫായി സരൂരി ഹെ. 3 എഴുതിയിട്ടുണ്ട്. ഈ 3 ശരിയായ രീതിയിൽ എഴുതിയതാണിത്. അതിൻ്റെ ആൻസറാണ് കേട്ടോ ഇവിടെ വരുന്നത്. താഴോട്ടേക്ക് എഴുതിയതിൻ്റെ ആൻസറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാരാഗീത് കോ ആകെ ബഡായേം എന്നാണ്. ഇവിടെ നാരാഗീത് തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം? മുദ്രാവാക്യ ഗീതമാണ്. അതിനെ നമ്മൾ ഇതുപോലെ തന്നെ വേറെ ഒരു 4 വരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. സ്വച്ഛ രഹേ തും സ്വസ്ഥ ബനോ പ്രകൃതി കോ തും അപ്പനാലോ ഹരിയാലി കാ ഗീത് രജോ തും ശുദ്ധ ഹവാ കോ അപ്പനാലോ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ വേറെ ഉണ്ടാക്കിയത് നോക്കാം. നദീ ജീൽ കോ സ്വച്ഛ രഘോ തും ജംഗളോ കോ ഹരാ ഭരാ കരോ പ്ലാസ്റ്റിക് കോ തും നാ കഹോ പര്യാവരൺ കി രക്ഷാ കരോ. നദിയും തടാകങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? വൃത്തിയാക്കി വെക്കുക. കാടിനെ എപ്പോഴും പച്ചപ്പുള്ളതാക്കി നിർത്തുക. പ്ലാസ്റ്റിക്
തും നാ കരോ, പ്ലാസ്റ്റിക്കിനോട് വേണ്ട എന്ന് അരുത് എന്ന് പറയുക, പ്ലാസ്റ്റിക് വേണ്ട, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക. പിന്നെ എന്താണ്, പര്യാവരൺ കി രക്ഷ കരോ, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ രക്ഷിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയ നാരാ ഗീത്. ഇനി അടുത്ത ചോദ്യം, സന്ദേശ് വാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ ഡിജിറ്റൽ പോസ്റ്റർ ബനായേ. സന്ദേശവാക്യം ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കിയത് നോക്കാം. പര്യാവരൺ സംരക്ഷൺ ഹമാരി സിമ്മേദാരി, അല്ലെങ്കിൽ ഹമാരാ ദായിത്വ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചത് അതാണെങ്കിൽ ഹമാരാ ദായിത്വം എന്ന് എഴുതാട്ടോ. പര്യാവരൺ സംരക്ഷൺ ഹമാരാ ദായിത്വ. ഇവിടെ നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സന്ദേശ് വാക്യ ജോഡ്കർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സന്ദേശവാക്യം തന്നിട്ടില്ല. ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് സന്ദേശവാക്യം തരും. അപ്പം എന്താണ്, പര്യാവരൺ സംരക്ഷൺ ഹമാരി സിമ്മേദാരി എന്നാണ് ഇവിടെ എഴുതിയത്. ഇവിടെ പര്യാവരൺ സംരക്ഷൺ ഹമാര കർത്തവ്യ എന്നും എഴുതാം കേട്ടോ. ഹമാര കർത്തവ്യ എന്നും എഴുതാം. ഇനി നമുക്കിതിൽ തന്നിരിക്കുന്ന ഓരോ സന്ദേശവാക്യങ്ങൾ നോക്കാം. പര്യാവരൺ കി രക്ഷാ കരേം പ്രകൃതി കോ ബച്ചായേം. പര്യാവരൺ കി രക്ഷാ കരേം, പ്രകൃതിയെ രക്ഷിക്കുക, മൃത്യു കോ ബച്ചായേം, പ്രകൃതിയെ സംരക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, ഭൂമിയെ രക്ഷിക്കാനാണ് പറയുന്നത്. പേട് ലഗാവോ ധർത്തി ബച്ചാവോ, മരങ്ങൾ നട്ടു വളർത്തു, ഭൂമിയെ രക്ഷിക്കൂ. സ്വച്ഛ് ജൽ സ്വച്ഛ് ജീവൻ, സ്വച്ഛമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ജലം, അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ശുദ്ധകരമായിട്ടുള്ളൊരു ജീവിതം. പ്ലാസ്റ്റിക് കാ ഉപയോഗ കം കരേ പ്ലാസ്റ്റിക് കോ സുരക്ഷിത രഹേ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കൂ. ഇവിടെ പര്യാവരണം എന്നാണ്. പ്ലാസ്റ്റിക് കാ ഉപയോഗ കം കരേ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും പര്യാവരൺ കോ സുരക്ഷിത രഹേ, പരിസ്ഥിതിയെ സുരക്ഷിതമാക്കി നിർത്താനുമാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ അവിടെ തന്നിരിക്കുന്ന ചിത്രം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പോസ്റ്റർ. അപ്പോൾ നമുക്ക് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.